പ്രിയപ്പെട്ടവരെ നോക്കൂ, ഇന്ന് ഞാൻ അഖിലിന്റെ സ്റ്റോറി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ അനിയത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റിയത്. ശരിക്കും പ്രസവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവളിൽ നിന്ന് നമ്മൾ അറിയണം. പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴാ ശരിക്കും ഈ പെങ്കൊച്ചിനെ കണ്ടത്. അനിയത്തിയല്ല കേട്ടോ, പെണ്ണുമ്പോൾ യുവതി അത് മതി. ഈ കണ്ണിനകത്ത് എന്തുവാ ഓല വിരിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ തെങ്ങിലാണല്ലോ ഓലയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇത് കണ്ണിലോട്ട് നോക്കിയേ, കണ്ണിൽ ഓല വിരിഞ്ഞ് നിൽക്കുന്നത് എന്താ അല്ലേ? പ്രസവം അത്രയ്ക്ക് ദാരുണമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ മിനിറ്റ് വെച്ചാണല്ലോ ഓരോരുത്തർ പ്രസവിച്ചു കൂട്ടുന്നത്. സത്യമല്ലേ? പണ്ടൊക്കെ എങ്ങനെയാണ്, ഒരു മിനിറ്റിൽ ഒരു പ്രസവം നടക്കും, പിന്നെ വീണ്ടും അരി കുത്തിയിട്ട് വന്നിട്ട് പ്രസവിക്കാൻ കിടക്കും, വീണ്ടും പ്രസവിക്കും, അടുത്ത മൂന്നാമത്തെ മിനിറ്റിൽ വീണ്ടും പ്രസവിക്കാൻ മുട്ടും, വീണ്ടും പോയി പ്രസവിക്കും. അങ്ങനെ ഒരു മണിക്കൂറിൽ 60 പ്രസവങ്ങൾ. മസിൽ മാത്രമേ ഉള്ളൂ, ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. മണ്ടൻകുണ്ടയാ. അല്ലടാ പൊട്ടൻ അഖിൽമാരെ, നിന്റെ മണ്ടത്തരം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രതിമുട്ടിയിരിക്കുകയാണ്. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? വേറൊരുത്തിയുടെ മണ്ടത്തരം കൊണ്ടിട്ട് നിന്റെ സ്റ്റോറി ആയിട്ട് അങ്ങ് കൊണ്ടിടുവാണ്. അത് അതിനേക്കാൾ വലിയ മണ്ടത്തരം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? രണ്ടും ഒരേ നഖത്തിന് കെട്ടേണ്ട ടീമാ. എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു ഒരേപോലുള്ള ടീമിനെ? കേരളത്തിൽ ആകെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരുത്തി മാത്രമാണ്. അത് കൊണ്ടുപോയിട്ട് അങ്ങ് സ്റ്റോറി ഇട്ടേക്കുക. ഇങ്ങനെയൊക്കെ ഒരാൾ തരം താഴുവോ? ആരെയും അതൊരു എൻജോയ്മെന്റ് അല്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന കാര്യമല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്? അത് വളരെ കറക്റ്റ് അല്ലേ പെണ്ണുമുള്ള പറഞ്ഞത്. ഇതൊരു എൻജോയ്മെന്റ് തരുന്ന കാര്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഓരോ മിനിറ്റിലും പ്രസവിച്ച് കൂട്ടുന്നത്? ഈ പെണ്ണുമുള്ള ഏത് നാട്ടുകാരിയാണോ എന്താ? There are so many other ways. Surrogate your mother is there, test tube is there. എന്താന്ന് ഇംഗ്ലീഷ്, എന്ത് കടിച്ചപ്പെട്ടത് ഇംഗ്ലീഷ്. CBSE ആണെന്ന് തോന്നുന്നു, CBSE. എന്നിട്ട് സ്വന്തം രക്തത്തിലുള്ളവരെ തന്നെ വേണം, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവർ പ്രസവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കഷ്ടപ്പാടായോ? നേരത്തെ പറഞ്ഞ എൻജോയ്മെന്റ് ആണെന്നല്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എവറി ഇയർ പ്രസവിക്കുന്നവരുണ്ടായിരുന്നു, ഗ്യാപ്പ് ഇല്ലാതെ പ്രസവിച്ച് കൂട്ടുന്നവർ. എവരി ഇയർ പ്രസവിക്കുന്നവരുണ്ടായിരുന്നു. ശരി, 9 മാസം കഴിയുമ്പോൾ നമുക്കൊരു പ്രസവം വരും. ശരി, പിന്നെ ഗ്യാപ്പ് ഇല്ലാതെ പ്രസവിക്കുന്നത് അതാ ഇവർ ആദ്യം പറഞ്ഞത്, മിനിറ്റ് വെച്ച് പ്രസവിക്കുന്നതേ. അതും 9 മാസം റെസ്റ്റ് എടുത്താലും തുമ്മിയാ പോകും, മൂക്കൊലിപ്പ് വന്നാൽ പോകും, അങ്ങനത്തെ പ്രസവങ്ങളായി ഇപ്പോഴത്തെ. എന്ത് വികലമാണ് ഈ പെണ്ണും പിള്ളേരുടെ സംസാരം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളും ആലോചിക്കണം, നിങ്ങളും ഇതുപോലൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണെന്ന് കേട്ടോ. സ്ത്രീത്വത്തെ, മാതൃത്വത്തെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കും. ആക്ച്വലി പുള്ളിയുടെ തലയിലല്ല, ഈ യൂട്യൂബേഴ്സ് ഓളികളുടെ തലയിലാണ് ചാണകം. കാരണം ഫ്രീ ആയിട്ട് അവര് ആൾക്കാരെ സെലിബ്രിറ്റികളാക്കും. എന്തിനാ ഇത്തരക്കാരെ, ഈ അഖിൽമാരെ പോലുള്ളവരെ നിങ്ങൾ സെലിബ്രിറ്റി ആക്കുന്നതെന്ന് നിന്നെ തെറിയ ഈ പെണ്ണുങ്ങൾ പറയുന്നേ. ഇതുപോലും അറിയാതെ അഖിൽമാരെ കൊണ്ടുപോയി ഈ വീഡിയോ എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്ത് മുഴുവൻ കാണണ്ടേ അഖിൽമാരെ? നീ എന്താടാ മാരാറെ ഇങ്ങനെ ആയി പോയത്? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു കണ്ടന്റ് കിട്ടാൻ വിഷമിച്ചിരുന്ന യൂട്യൂബേഴ്സിന് കണ്ടന്റ് ഇട്ട് കൊടുത്തു അഖിൽമാരാർ. അപ്പൊ അതിന് ഇത്ര കളിയാക്കേണ്ട ആവശ്യമില്ല. ഓ ചേച്ചി, കണ്ണിൽ ഓല കെട്ടിയവളെ, ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. ക്ഷമിക്കൂ ചേച്ചി.